ഉമ്മയെ സിനിമ കൊണ്ട് കാണിച്ചോ അഭിനയിച്ച കൂടൽ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, ഉമ്മയെ കൊണ്ട് കാണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ കാണിക്കാൻ ചില ആളുകൾ സമ്മതിച്ചില്ലേ? അത് ഞാൻ സിനിമ ഇവിടുന്ന് കണ്ട് ഉടനെ തന്നെ ഞാൻ പോയത് കോഴിക്കോടേക്കാണ്. വീട്ടിലേക്ക്? വീട്ടിലേക്കല്ല പോയത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഉമ്മാക്ക് ഞാൻ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട്, വണ്ടി അറേഞ്ച് വെച്ചാൽ കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടേത്. അപ്പോൾ അവിടെ കാറൊന്നും സെറ്റ് ഇതാവില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓട്ടോറിക്ഷ കിട്ടുകയാണെങ്കിൽ വരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഓട്ടോറിക്ഷ ഉമ്മ വയ്യാത്തൊരു ഉമ്മയാണ്, എന്നിട്ട് പോലും റോട്ടിൽ എവിടെയോ പോയിട്ട് ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ പറഞ്ഞ പുള്ളിക്കാരനെ പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കും ഉമ്മ പോയി മാറ്റി റെഡി ആയപ്പോഴത്തേക്കും എടുത്ത് വെച്ചു എവിടേക്കാണ് പോണേന്ന് വെച്ചു. ഇങ്ങനെ കുട്ടിയുടെ സിനിമ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോയ വഴിക്ക് പോയിക്കോ, ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടം തന്നെ. കാരണം വെച്ചാൽ ആ ഉമ്മയുടെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് അത് എന്നെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു നിക്കാഹോ എന്തെങ്കിലും നടക്കുകയാണെങ്കിലൊക്കെ കുട്ടി എളാപ്പ വന്നു കേട്ടോ, എളാമ വന്നു കേട്ടോ എന്ന് പറഞ്ഞ് അതിന് ഫോൺ വെക്കാൻ സമയം ഉണ്ടാവാറില്ല. ഞാൻ മാത്രമേ ഇല്ലാത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഭയങ്കരമായിട്ട് അതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. എന്തുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിക്കുന്നില്ല? ഞാൻ പറയട്ടെ, ഞാൻ എന്താ വെച്ചാൽ ഊര് തെണ്ടി നടക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഷൂട്ടാണെങ്കിൽ നാളെ എൻ്റെ കൂടെയായിരുന്നു ഉമ്മ. കോഴിക്കോട് ഞാൻ നിൽക്കുന്ന സമയം, ഇപ്പം ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. കോഴിക്കോടുള്ള സമയത്ത് സത്യത്തിൽ അതിന് കൂടുതൽ അസുഖം വരികയാണ്, അതിന് എൻ്റെ അടുത്താണ് നിൽക്കാൻ താല്പര്യം. കാരണം അത് വയസ്സായതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഭാര്യമാർക്കൊക്കെ അതൊരു വലിയൊരു ഇറിറ്റേഷനായിട്ട് അത് വേഗം എൻ്റെ അടുത്തേക്കാണ് വന്നിക്കുക. സ്വന്തം ഉമ്മയല്ലേ? ഉമ്മ എൻ്റെ അടുത്ത് നിൽക്കും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം, സാമ്പത്തികമായിട്ട് ഞാൻ റെഡിയാണ്. എനിക്കൊരു സെർവൻറ്റിനെ നിർത്തി ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി അതിനെ വേണ്ട രീതിയിൽ നോക്കണം എന്നുള്ളത്. പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പോൾ ഈ ഒരു ഇത് നേടിയെന്നല്ലാതെ സാമ്പത്തികമായിട്ട് ഞാൻ ഭദ്രമല്ല. അപ്പം അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്നോ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ടാവും എൻ്റെ ഉമ്മാനെ. പക്ഷെ അത് പറ്റുന്നില്ല. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് എനിക്ക് ഒന്ന് സാമ്പത്തികവും കൂടെ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഉമ്മാനെ കൊണ്ടുവയ്ക്കുമ്പോൾ 100 വട്ടം എൻ്റെ കൂടെ വന്ന് നിൽക്കും.